വ്യക്തിക്ക് ഓവർ തിങ്കിങ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായും 3 കാരണങ്ങൾ അതിലുണ്ടായിരിക്കാം. നമ്പർ 1, ഒരു സേഫ് എൻവയോൺമെന്റിൽ വളർന്ന വ്യക്തി ആയിരിക്കില്ല. നമ്പർ 2 എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ, അതായത് ഏർലി ലൈഫിൽ തന്നെ അഡൾട്ട് ഡ്യൂട്ടീസ് ഒക്കെ ഏറ്റെടുത്ത വ്യക്തിയായിരിക്കാം. നമ്പർ 3 എന്ന് പറയുന്നത് വളരെ ഹാർഷ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ഒക്കെ നേരത്തെ തന്നെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം. അങ്ങനെയെങ്കിൽ അവർക്ക് ഓവർ തിങ്കിങ് പാറ്റേൺ കുറച്ചൊന്ന് കൂടുതലാണ്. നെഗറ്റീവ് ഓവർ തിങ്കിങ് ആണ് അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമായിട്ട് നമുക്ക് കാണാനും സാധിക്കുക. അങ്ങനെയുള്ളവരെ വീണ്ടും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകരുത്, അല്ലെങ്കിൽ അവരുടെ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പരാതികളൊന്നും പറയാനായിട്ട് പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് എന്തുകൊണ്ടാണ് ഓവർ തിങ്കിങ് ഇഷ്യൂ വന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? ഇത്തരത്തിലൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രാക്ടിക്കൽ ടിപ്സ് ഒക്കെയുള്ള 99 ക്ലബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുതിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ആ ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ വെബിനാർസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനും ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പേർ ടു ഇൻസ്പയർ.